മീഖ 1. യോഥാം, അഹാസ്, യെഹിസ്കിയാവു എന്നീ യഹൂദാരാജാക്കന്മാരുടെ കാലത്തും ഓരസ്ത്യനായ മീഖയ്ക്കു ഉണ്ടായതും അവൻ ശമറിയെയും യെരൂശലേമിനെയും കുറിച്ചു ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാടു. സകലജാതികളുമായുള്ളോരേ, കേൾപ്പിൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളോവേ, ചെവിക്കൊൾവിൻ. യഹോവയായ കർത്താവു, തന്റെ വിശുദ്ധമന്ദിരത്തിൽ നിന്നു കർത്താവു തന്നെ, നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്തുനിന്നു പുറപ്പെട്ടു ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാന്തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നുപോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിന്റെ അതിക്രമം എന്തു? ശമറിയല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരൂശലേം അല്ലയോ? അതുകൊണ്ട് ഞാൻ ശമറിയെ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതലപോലെയും ആക്കും. ഞാൻ അതിന്റെ കല്ലു താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നുപോകും. അതിന്റെ സകല വേശ്യാസമ്മാനങ്ങളും തീ പിടിച്ചു വെന്തുപോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാസമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചതു, അവ വീണ്ടും വേശ്യാസമ്മാനമായിത്തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ചു മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ചു, ഒട്ടകപ്പക്ഷികളെപ്പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തല്ലോ, അതു യഹൂദയോളം പരന്നു, എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരൂശലേമിനോളം എത്തിയിരിക്കുന്നു. അതു ഗത്തിൽ പ്രസ്താവിക്കരുതു, ഒട്ടും കരയരുതു. ബേത്ത്ഫ്രയിൽ പൊടിവീടു, ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. ഷാഫീർ, അലങ്കാര നഗരനിവാസികളെ, ലജ്ജയും നഗ്നതയും പൂണ്ടു കടന്നുപോകുവിൻ. സൈനാൻ, പുറപ്പാടു, നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേത്തേസലിന്റെ വിലാപം നിങ്ങൾക്കു അവിടെ താമസിപ്പാൻ മുടക്കമാകും. യഹോവയുടെ പക്കൽ നിന്നു യെരൂശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കയാൽ മാരോത്ത്, കൈപ്പൂ, നിവാസികൾ നന്മയ്ക്കായി കാത്തുപിടിക്കുന്നു. ലാക്കീഷ്, ത്വരിത നഗരനിവാസികളെ, തുരകങ്ങളെ രഥത്തിന്നു കെട്ടുവിൻ. അവർ സിയോൻ പുത്രിക്കു പാപകാരണമായി തീർന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മോരേശത്കത്തിനു ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടിവരും. ബേത്തക്സീബിലെ വ്യാജഗ്രഹം വീടുകൾ ഇസ്രായേൽ രാജാക്കന്മാർക്കു ആശാഭംഗമായി ഭവിക്കും. മാരേഷ, കൈവശം, നിവാസികളെ, കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും. ഇസ്രായേലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടിവരും. നിന്റെ ഓമനക്കുഞ്ഞുകൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൗരം ചെയ്തു മുട്ടയാക്കുക. കഴുകനെപ്പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ടു പ്രവാസത്തിലേക്കു പോയല്ലോ. മീഖ 2. കിടക്കമേൽ നീതികേട് നിരൂപിച്ചു തിന്മ പ്രവർത്തിക്കുന്നവർക്കു അയ്യാ കഷ്ടം. അവർക്കു പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പയാൽ തന്നെ അവർ അതു നടത്തുന്നു. അവർ വയലുകളെ മേയാഹിച്ചു പിടിച്ചു പറിക്കുന്നു. അവർ വീടുകളെ മേയാഹിച്ചു കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ വംശത്തിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്നു നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കയില്ല, നിവിർന്നു നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. അന്നാളിൽ നിങ്ങളെക്കുറിച്ച് ഒരു പരിഹാസവാക്യം ചൊല്ലുകയും ഒരു വിലാപം വിലപിക്കുകയും ചെയ്തു. കഥ കഴിഞ്ഞു, നമുക്ക് പൂർണ്ണ സംഹാരം ഭവിച്ചിരിക്കുന്നു. അവൻ എന്റെ ജനത്തിന്റെ ഓഹരി മാറ്റിക്കളഞ്ഞു. അവൻ അതു എന്റെ പക്കൽ നിന്നു എങ്ങനെ നീക്കിക്കളയുന്നു. വിശ്വാസത്യാഗികൾക്കു അവൻ നമ്മുടെ വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ നിനക്കു ആരും ഉണ്ടാകയില്ല. പ്രസംഗിക്കരുതെന്നു അവർ പ്രസംഗിക്കുന്നു. ഇവയെക്കുറിച്ചു അവർ പ്രസംഗിക്കേണ്ടതല്ല. അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല. യാക്കയാ ഗൃഹമേ, ഇതെന്തൊരു വാക്കാകുന്നു! യഹോവ മുൻകയാപിയ. അങ്ങനെയാ അവന്റെ പ്രവൃത്തികൾ. നേരായി നടക്കുന്നുവെന്നു എന്റെ വചനങ്ങൾ ഗണകരമല്ലയാ. മുമ്പേ തന്നെ എന്റെ ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു. യുദ്ധവിമുഖന്മാരായി നിർഭയന്മാരായി കടന്നുപയാകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്നു നിങ്ങൾ പുതപ്പു വലിച്ചെടുക്കുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്നു ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളെയാട് നിങ്ങൾ എന്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചുകളയുന്നു. പുറപ്പെട്ടു പെയാകുവിൻ. നാശത്തിനു, കഠിനനാശത്തിനു കാരണമായിരിക്കുന്ന മാലിന്യം നിമിത്തം ഇത് നിങ്ങൾക്ക് വിശ്രാമസ്ഥലമല്ല. ഒരുത്തൻ കാറ്റിനെയും വ്യാജത്തെയും പിഞ്ചെന്നു, ഞാൻ വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും നിന്നെയാട് പ്രസംഗിക്കും എന്നിങ്ങനെയുള്ള വ്യാജം പറഞ്ഞാൽ അവൻ ഈ ജനത്തിനു ഒരു പ്രസംഗിയായിരിക്കും. യാക്കയാബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെപ്പയാലെ
മേച്ചൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പയാലെ ഞാൻ അവരെ ഒരുമിച്ചു കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കം ഉണ്ടാകും. തകർക്കുന്നവൻ അവർക്കു മുമ്പായി പുറപ്പെടുന്നു. അവർ തകർത്തു ഗയാപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവു അവർക്കു മുമ്പായും യഹയാവ് അവരുടെ തലയ്ക്കലും നടക്കും. മീഖ 3. എന്നാൽ ഞാൻ പറഞ്ഞതു, യാക്കയാബിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളയാരെ, കേൾപ്പിൻ. ന്യായം അറിയുന്നതു നിങ്ങൾക്കു വിഹിതമല്ലയാ? നിങ്ങൾ നന്മയെ ദ്വേഷിച്ചു തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ ത്വക്കു അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചുകളയുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്നു അവരുടെ ത്വക്കു അവരുടെ മേൽ നിന്നു ഉരിച്ചുകളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഒടിച്ചു കലത്തിൽ ഇടുവാൻ എന്നപയാലെയും കുട്ടകത്തിനകത്തെ മാംസം പയാലെയും മുറിച്ചുകളയുന്നു. അന്നു അവർ യഹയാവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തെന്നൊത്തവണ്ണം അവൻ ആ കാലത്തു തന്റെ മുഖം അവർക്കു മറയ്ക്കും. എന്റെ ജനത്തെ തെറ്റിച്ചുകളയുകയും പല്ലിന്നു കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധയുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ചു യഹയാവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും. പ്രവാചകന്മാർക്കു സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപയാകുകയും ചെയ്യും. അപ്പയാൽ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിന്റെ ഉത്തരം ഇല്ലായ്കൊണ്ടു അവർ ഒക്കെയും വായ് പൊത്തും. എങ്കിലും ഞാൻ യാക്കയാബിനെയാടു അവന്റെ അതിക്രമവും ഇസ്രായേലിനെയാടു അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതെന്നു യഹയാവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതു ഒക്കെയും വളച്ചുകളയും ചെയ്യുന്ന യാക്കയാബ് ഗൃഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളയാരെ, ഇത് കേൾപ്പിൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹയാവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയാ? അനർത്ഥം നമുക്കു വരികയില്ല എന്നു പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽപയാലെയും ഉഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പയാലെയും ആയിത്തീരും. മീഖ 4. അന്ത്യകാലത്തു യഹയാവയുടെ ആലയം ഉള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കു മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്നു, വരുവിൻ, നമുക്കു യഹയാവയുടെ പർവ്വതത്തിലേക്കും യാക്കയാബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. അവൻ നമുക്കു തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്നു പറയും. സിയോനിൽ നിന്നു ഉപദേശവും യെരൂശലേമിൽ നിന്നു യഹയാവയുടെ വചനവും പുറപ്പെടും. അവൻ അനേകജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തെയാളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്കു നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹയാവയുടെ വായ് അതു അരുളിച്ചെയ്തിരിക്കുന്നു. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹയാവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹയാവ സിയോൻ പർവ്വതത്തിൽ ഇന്നുമുതൽ എന്നേക്കും അവർക്കു രാജാവായിരിക്കുകയും ചെയ്യും എന്നു യഹയാവയുടെ അരുളപ്പാടു. നീയാ ഏദർ ഗയാപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്കു വരും പൂർവാധിപത്യം. യെരൂശലേം പുത്രിയുടെ രാജത്വം തന്നെ നിനക്കു വരും. നീ ഇപ്പയാൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നതു എന്തിന്നു? നിന്റെ അകത്തു രാജാവില്ലയാ? നിന്റെ മന്ത്രി നശിച്ചുപോയാ? ഈറ്റുനയാവു കിട്ടിയവളെപ്പയാലെ നിനക്ക് വേദന പിടിപ്പാൻ എന്തു? സിയോൻ പുത്രിയെ, ഈറ്റുനയാവു കിട്ടിയവളെപ്പയാലെ വേദനപ്പെട്ടു പ്രസവിക്ക. ഇപ്പയാൾ നീ നഗരം വിട്ടു വയലിൽ പാർത്തു ബാബേലിലേക്ക് പേയാകേണ്ടിവരും. അവിടെ വെച്ചു നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ചു യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നു ഉദ്ധരിക്കും. ഞങ്ങളുടെ കണ്ണു സിയോനെ കണ്ടു രസിക്കേണ്ടതെന്നു അവൾ മലിനയായിത്തീരട്ടെ എന്നു പറയുന്ന അനേകജാതികൾ ഇപ്പയാൾ നിനക്ക് വിരയാധമായി കൂടിയിരിക്കുന്നു. എന്നാൽ അവർ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലയാചന ഗ്രഹിക്കുന്നതുമില്ല. കറ്റകളെപ്പയാലെ അവൻ അവരെ കളത്തിൽ കൂട്ടുമല്ലോ. സിയോൻ പുത്രിയെ, എഴുന്നേറ്റു മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രവും ആക്കും.
നീ അനേകജാതികളെ തകർത്തുകളയുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്തു സർവ്വഭൂമിയുടെയും കർത്താവെന്നും നിവേദിക്കുകയും ചെയ്യും. മീഖ 5. ഇപ്പയാൾ പടക്കൂട്ടങ്ങളുടെ മകളെ, പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകയായിരുന്നു, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ടു ചെകിട്ടത്തു അടിക്കുന്നു. നീയ ബേത്ത്ലേഹേം എഫ്രാത്തേ, നീ യഹൂദാസഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനു അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നു ഉദ്ഭവിച്ചുവരും, അവന്റെ ഉദ്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുകയാളം അവൻ അവരെ ഏൽപ്പിച്ചുകൊടുക്കും, അവന്റെ സഹയാതരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. എന്നാൽ അവൻ നിന്നു യഹോവയുടെ ശക്തിയാടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയാടും കൂടെ മേയ്ക്കും, അവൻ നിർഭയം വസിക്കും, അവൻ അന്നു ഭൂമിയുടെ അറ്റങ്ങളെയാളം മഹാനാകുമല്ലോ. അവൻ സമാധാനമാകും. അശ്ശൂർ നമ്മുടെ ദേശത്തു വന്നു നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പയാൽ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷപ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശ്ശൂർ ദേശത്തെയും അതിന്റെ പ്രവശേനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾകൊണ്ടു പാഴാക്കും. അശ്ശൂർ നമ്മുടെ ദേശത്തു വന്നു നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പയാൽ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്നു വിടുവിക്കും. യാക്കയാബിൽ ശേഷിപ്പുള്ളവർ പലജാതികളുടെയും ഇടയിൽ യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞുപെയ്യാലെയും മനുഷ്യനായി താമസിക്കയാ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കയാ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരിപെയ്യാലെയും ആകും. യാക്കയാബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ, അനേകവംശങ്ങളുടെ ഇടയിൽ തന്നെ, കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹംപെയ്യാലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹംപെയ്യാലെയും ആകും. അതു അകത്തു കടന്നാൽ ചവിട്ടി കടിച്ചു കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. നിന്റെ കൈ നിന്റെ വൈരികൾക്കുമീതെ ഉയർന്നിരിക്കും, നിന്റെ സകലശത്രുക്കളും ഛേദിക്കപ്പെടും. അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്നു ഛേദിച്ചുകളയും, നിന്റെ രഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്നു യഹോവയുടെ അരുളപ്പാടു. ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കേട്ടകളെ ഒക്കെയും ഇടിച്ചുകളയുകയും ചെയ്യും. ഞാൻ ക്ഷുദ്രപ്രയാഗങ്ങളെ നിന്റെ കയ്യിൽ നിന്നു ഛേദിച്ചുകളയും, ശകുനവാദികൾ നിനക്കു ഇനി ഉണ്ടാകുകയുമില്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്നു ഛേദിച്ചുകളയും, നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല. ഞാൻ നിന്റെ അശേരാ പ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്നു പറിച്ചുകളയും, നിന്റെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ ജാതികളെയാടു അവർ കേട്ടിട്ടില്ലാത്തവണ്ണം കെയാപത്തെയാടും ക്രയാതത്തെയാടും കൂടെ പ്രതികാരം ചെയ്യും. മീഖ 6. യഹോവ അരുളിച്ചെയ്യുന്നതു കേൾപ്പിൻ, നീ എഴുന്നേറ്റു പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക, കുന്നുകൾ നിന്റെ വാക്കു കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളയാവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്കു തന്റെ ജനത്തെയാടു ഒരു വ്യവഹാരം ഉണ്ടു, അവൻ ഇസ്രായേലിനെയാടു വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നെയാടു എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തുനിന്നു പുറപ്പെടുവിച്ചു, അടിമവീട്ടിൽ നിന്നു നിന്നെ വീണ്ടെടുത്തു, മെയാശയെയും അഹരയാനെയും മിർയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതെന്നും മെയാവാബ് രാജാവായ ബാലാക്ക് ആലയാചിച്ചതും ബേയാരിന്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹേയാമയാഗങ്ങളെയാടും 1 വയസ്സുപ്രായമുള്ള കാളക്കിടാക്കളെയാടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലേണമയാ. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമയാ. എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കേണമയാ. മനുഷ്യാ, നല്ലതു എന്തെന്നു അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയാടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നെയാടു ചെയ്യാതിരിക്കുന്നതു? കേട്ടയാ യഹോവ പട്ടണത്തെയാടു വിളിച്ചു പറയുന്നതു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നതു ജ്ഞാനം ആകുന്നു, വടിയേയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പിൻ. ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ളേളവും ഉണ്ടയാ. കള്ളത്തുലാസും കള്ളപ്പടികൾ ഇട്ട സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലായി എണ്ണുമയാ. അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാർ ആകുന്നു, അതിന്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു, അവരുടെ വായിൽ അവരുടെ നാവു ചതിവുള്ളു തന്നെ. ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പു അടങ്ങുകയുമില്ല, നീ നീക്കിവെക്കും, ഒന്നും സ്വരൂപിക്കയില്ലതാനും, നീ സ്വരൂപിക്കുന്നതു ഞാൻ വാളിന്നു ഏൽപ്പിച്ചു കൊടുക്കും.
നീ വിതയ്ക്കും, കൊയ്കയില്ല, നീ ഒലീവുകായ ചവിട്ടും, എണ്ണ പൂശുകയില്ല, മുന്തിരിപ്പഴം ചവിട്ടും, വീഞ്ഞു കുടിക്കയില്ലതാനും. ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസവിഷയവും ആക്കേണ്ടതെന്നും നിങ്ങൾ എന്റെ ജനത്തിന്റെ നിന്ദവഹിക്കേണ്ടതെന്നും ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാബൃഹത്തിന്റെ സകല പ്രവൃത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു. അവരുടെ ആലയാചനകളെ നിങ്ങൾ അനുസരിച്ചു നടക്കുന്നു. മീഖ 7. എനിക്കു അയ്യാ കഷ്ടം, പഴം പറിച്ച ശേഷമെന്നപയാലെയും മുന്തിരിപ്പഴം പറിച്ചശേഷം കാലാ പെറുക്കുന്നതുപയാലെയും ഞാൻ ആയല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കുലയും ഇല്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. ഭക്തിമാൻ ഭൂമിയിൽ നിന്നു നശിച്ചുപയായി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല, അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു. ഓരയാരുത്തൻ താന്താന്റെ സഹയാദരനെ വല വെച്ചു പിടിപ്പാൻ നെയാക്കുന്നു. ജാഗ്രതയാടെ ദയാശം പ്രവർത്തിക്കേണ്ടതെന്നു അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചെയ്യാതിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു, ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവരിൽ ഉത്തമൻ മുൾപടർപ്പുപയാലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം, നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പയാൾ അവരുടെ പരിഭ്രമം വന്നു ഭവിക്കും. കൂട്ടുകാരനെ വിശ്വസിക്കരുതു, സ്നേഹിതനിൽ ആശ്രയിക്കരുതു. നിന്റെ മാർവിടത്ത് ശയിക്കുന്നവളെയാടു പറയാതവണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയാടും മരുമകൾ അമ്മാവിയമ്മയാടും എതിർത്തു നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വിട്ടുകാർ തന്നെ. ജ്ഞാനയായ യഹോവയിങ്കലേക്ക് നെയാക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ, എന്നെച്ചൊല്ലി സന്ദേഹിക്കരുതു. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തു ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്കു ന്യായം പാലിച്ചുതരുവയാളം ഞാൻ അവന്റെ ക്രയാധം വഹിക്കും. ഞാൻ അവനെയാടു പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ടു സന്ദേഹിക്കുകയും ചെയ്യും. എന്റെ ശത്രു അതു കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെ എന്നു എന്നെയാടു പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണു അവളെ കണ്ടുരസിക്കും. അന്നു അവളെ വീഥികളിലെ ചെളിപയാലെ ചവിട്ടിക്കളയും. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിർ അകന്നുപയാകും. അന്നാളിൽ അശ്ശൂരിൽ നിന്നും മിസ്രയീം പട്ടണങ്ങളിൽ നിന്നും, മിസ്രയീം മുതൽ നദിവരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായിത്തീരും. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശവുമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കെയാൽ കൊണ്ടു മേയിക്കണമേ. പുരാതനകാലത്തു എന്നപയാലെ അവർ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മിസ്രയീം ദേശത്തുനിന്നു പുറപ്പെട്ട കാലത്തെന്നപയാലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ടു തങ്ങളുടെ സകലവീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈ വയ്ക്കുകയും ചെകിടരായിത്തീരുകയും ചെയ്യും. അവർ പാമ്പുപയാലെ പൊടിനക്കും, നിലത്തെ ഇഴിജാതിപയാലെ തങ്ങളുടെ ഗുഹകളിൽ നിന്നു വിരച്ചും കൊണ്ടുവരും. അവർ പേടിച്ചും കൊണ്ടു നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരെയാടു അതിക്രമം യാചിക്കുകയും ചെയ്യുന്ന നിന്നെയാടു സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കയാപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന്നു പ്രസാദമുള്ളതു. അവൻ നമ്മയാടു വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതനകാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരെയാട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനെയാടും നിന്റെ ദയ അബ്രാഹാമിനെയാടും കാണിക്കും.